കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയത്തെ തുടർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. അവിടെ ഒരാളുണ്ട് എന്നുള്ള സൂചനകൾ രക്ഷാദൌത്യ സംഘത്തിന് ലഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. അവിടെ പരിശോധന പുരോഗമിക്കുമ്പോൾ നേരത്തെ JCB ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കല്ലും മണ്ണും അവശിഷ്ടങ്ങളുമൊക്കെ മാറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു സംശയത്തിൽ ആളവിടെ ഉണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് കൈകൊണ്ടവർ പതിയെ കല്ലുകളും മണ്ണുകളുമൊക്കെ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റി പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാനില്ല എന്നുള്ളൊരു പരാതി നേരത്തെ ഉയർന്നു വന്നിരുന്നു. അവർ ഈ കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്ഷാസംഘം അവിടെ പരിശോധന നടത്തുന്നത്. അവിടെ ആളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളൊരു സംശയത്തെ തുടർന്ന് അവർ കൈകൊണ്ട് തന്നെ മണ്ണും കല്ലുമൊക്കെ മാറ്റിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ്, ഓർത്തോ വിഭാഗത്തിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. അത് ഉപയോഗശൂന്യമായിരുന്ന കെട്ടിടമാണ് എന്നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും പറഞ്ഞിരുന്നത്. എന്നാൽ മന്ത്രിമാരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ, അത് നേരത്തെ എത്തിയ മോൻ ജോസഫ് MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ആ കെട്ടിടാവശിഷ്ടങ്ങൾ അത് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അതിനിടയിൽ വസ്ത്രങ്ങളും തുണികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോസി ബാബുവിലേക്കാണ്. ജോസി, അവിടെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരാൾ ഉണ്ട് എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. അതിനെ സാധൂകരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വിടുന്നുണ്ടോ ജോസി? ജോസി കേൾക്കാമോ? ജിൽസി, ഈ വീണ്ടും ഒരു ചെറിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നേരത്തെ ഇനി മറ്റാരും ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ JCB ഹിറ്റാച്ചി എത്തിച്ചുള്ള പരിശോധനയ്ക്കിടയിൽ ഒരു ആളെ ഇതിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ എത്തിച്ച് ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ്. കാഷ്വാലിറ്റിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും. നേരത്തെ 2 പേരുടെ പരിക്ക് മാത്രമായിരുന്നു പുറത്തു വന്നിരുന്നത്. അലീന എന്ന വയനാട് സ്വദേശിയുടെ, അതോടൊപ്പം തന്നെ പ്രദീപ് എന്ന ഈ മെഡിക്കൽ കോളേജ് ജീവനക്കാരന്റെ വിവരമാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ മറ്റൊരാളെ ഇതിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ പുറത്തെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ ആരാണ് എന്നുള്ള കാര്യം സംബന്ധിച്ചൊന്നും ഒരു സ്ഥിരീകരണമില്ല. നേരത്തെ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്നൊരാളെ കാണാനില്ല എന്നുള്ള പരാതി ഉയർന്നിരുന്നു. ആ പരാതി പിന്നീട് അവർ കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന ആൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസിനോട് അക്കാര്യങ്ങൾ ചോദിച്ച് ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകർ, BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ സംബന്ധിച്ച് തർക്കങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആരാണ് ഇവിടെ നിന്നും ആരെയാണ് പുറത്തെത്തിച്ചെന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം പങ്കുവെക്കുവാൻ സാധിക്കും. കാഷ്വാലിറ്റിയിൽ നമ്മുടെ ഇയാളെ പുറത്തെത്തിച്ചു കഴിഞ്ഞു എന്നാണോ? ആളെ പുറത്തെത്തിച്ചു. അപ്പോൾ ആളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇനി പോലീസിന്റെയും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുടെയും മെഡിക്കൽ കോളേജ് ഫയർഫോഴ്സ് അധികൃതരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം ലഭ്യമായാൽ മാത്രമായിരിക്കും ആരാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. നിലവിൽ 2 പേരുടെ പേരുവിവരങ്ങൾ മാത്രമാണ് പരിക്കേറ്റവരുടെ ഭാഗമായി പുറത്തു വന്നത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായി എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ BJP അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നുണ്ട്. അത് പോലീസുമായി വലിയ വാക്കുതർക്കങ്ങളിലേക്കും കാര്യങ്ങൾ കടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തെത്തിച്ച ആളെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരാണെന്നുള്ള കാര്യത്തിലൊരു വിവരം ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റി പരിശോധിക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ചാണ്ടിയുമ്മൻ പ്രതികരിക്കുന്നു. തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുക. ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം. ഇവിടെ സംശയമുണ്ട്. എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു പോയതാ, പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയില്ല എന്താ സാഹചര്യം, റെസ്ക്യൂ നടക്കട്ടെ. പക്ഷേ ഇതേപോലെ ആളൊഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം, അതിനാണ് പ്രാധാന്യം. ആ റെസ്ക്യൂ നടക്കട്ടെ. വീണ്ടും ഇത് ഉന്നയിക്കാൻ പോവുക, യാതൊരു സംശയവുമില്ല. ഇത് ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട, ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ കാഷ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്ക് ഇപ്പൊ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞ കുളിച്ചോണ്ടിരിക്കുമ്പോഴേ സംഭവിച്ചെന്നാ പറഞ്ഞത്.
പിന്നെ എങ്ങനെ ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമല്ല. അതിന് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ. ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സവുമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ്, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു? 1.5 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. അത് അതേപോലെ ചോദ്യങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്. ആരും ഞങ്ങള് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പൊതുപ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അറിയാനാ. നമുക്ക് ആ പുറത്തുപോയ ഒരു ലേഡിയാന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിന് അന്വേഷണം നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇവർക്ക് രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല ആരാണെന്ന് അറിയില്ല, എന്താ സാഹചര്യം എന്നറിയത്തില്ല. അതിലേക്ക് എത്തട്ടെ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂർ വൈകി? അവിടുന്ന് ആളെ എടുക്കുവാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആര് ഉത്തരവാദിത്വം പറയും? അതറിയില്ല. അത് ആ റെസ്ക്യൂ വർക്ക് നടക്കട്ടെ. നിങ്ങൾ നീങ്ങിക്കൂടെ? ചാണ്ടി ഉമ്മൻ MLA കൂടെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് അദ്ദേഹം ഉയർത്തുന്നത്. നേരത്തെ മന്ത്രിമാരൊക്കെ വന്നപ്പോൾ ഈ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. വലിയ പ്രതിഷേധമുണ്ടെന്ന് അദ്ദേഹം അറിയിക്കുന്നു. അതിനിടെ ഈ കുടുങ്ങിയ ആളെ പുറത്തെടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുഹമ്മദ് ആഷിഖ് മുഹമ്മദ് കൂടി ചേരുകയാണ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്ന്. ആഷിഖ്, ഒരാളെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ആരാണ് കുടുങ്ങിയത്, അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഉണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ആഷിഖിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും വളരെ ഗൗരവകരമായ സംഭവങ്ങളാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്. അപകടമുണ്ടായി വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെയാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും ഒക്കെ എത്തിയത്. അവർ അവിടെ പറഞ്ഞിരുന്നത് പ്രകാരം ഇതിനകത്ത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, ഇത് നേരത്തെ തന്നെ മാറ്റാനിരുന്നതാണ്, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം വളരെ പെട്ടെന്ന് നടന്നിരുന്നില്ല. അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന 1.5 മണിക്കൂർ വൈകിയാണ് അവിടെ നടന്നത് എന്ന് കൂടിയാണ് ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള ആളുകൾ കൂടി ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ അനാസ്ഥ ഉണ്ടായി എന്നുള്ള ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തള്ളിക്കളയാനുള്ള ശ്രമമാണ് വളരെ പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കാതിരിക്കാൻ കാരണമായത്